ഹലോ ഗൈസ്, ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണത് മലപ്പുറം സ്റ്റൈല് പടുകൂട്ടാനാണ്. അതിലൊരു ചേമ്പിന്റെ തണ്ടും അരിഞ്ഞാണ്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കാം. ചേമ്പിന്റെ തണ്ടൊക്കെ നമുക്കൊന്ന് നന്നാക്കി എടുക്കാം. ഇങ്ങനെ ഇതൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം, ചെറുതാക്കി അരിഞ്ഞെടുക്കാം. അടുത്ത നമ്മൾ ഇതിലേക്ക് ഇടാൻ പോണത് കപ്പയാണ്. കപ്പ നമുക്ക് ചെറുതാക്കി ഒന്ന് ഇട്ട് കൊടുക്കാം. അടുത്ത നമ്മൾ ഇടാൻ പോണത് ഇതാക്കണേ ചെറിയ ചേമ്പ്. ഉണ്ടാക്കാൻ കുറച്ച് പണിയൊക്കെയാണ്, എന്നാലും നമ്മളെ കറിക്ക് നല്ല ടേസ്റ്റ് ഇട്ടണ്ടേ, അതിന് വേണ്ടി ചെറിയ ചേമ്പ് കൊടുത്ത് വെച്ചേക്കണം. നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ചെറുതായിട്ട്. അടുത്ത ഇടാൻ പോകുന്നത് ഇതാക്കണേ കർമൂസയാണ്, പച്ച കർമൂസ. ഏകദേശം 2 കർമൂസ ഉണ്ട്, അതും നമുക്ക് അതിലേക്ക് ഇടാനാണ്. അടുത്ത നമ്മളുള്ളത് ഇതാണ് നല്ല കാന്താരി മുളകാണ്. വേണ്ട, കാന്താരി മുളക് അത് നമ്മൾ അതിലേക്ക് ഇടാനാണ്. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ പാടെ നമ്മൾ കുക്കറിലിട്ട് കാണ്ട് ഒരു 2 വിസിലടിച്ചാൽ പോകാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ എന്താ ഇട്ടത്, ചേമ്പിന്റെ തണ്ടിടാം. നമ്മൾ ഇടാൻ പോണത് കപ്പയാണ് കേട്ടോ. ഏകദേശം 1 കിലോ കപ്പ എടുത്തത്. പിന്നെ നമ്മൾ ഇടാൻ പോണത് എന്താണ്, കർമൂസയാണ് കേട്ടോ. അടുത്ത് നമ്മൾ ഇടാൻ പോണത് ചെറിയ ചേമ്പിന്റെ വിത്ത് കേട്ടോ. ഇലകളാണ് കേട്ടോ. ഇത് നമ്മൾ ആ ഇലകൾ മൊത്തത്തിൽ ഇടാൻ പോവാണ്. ഈ കാന്താരിമുളക് ഒന്ന് നമുക്ക് ചാക്കാം കേട്ടോ. അതിന്റെ കൂട്ടത്തിൽ 2 ഇല്ലി നമ്മൾ വെളുത്തുള്ളി എടുത്തോണ്ട് അതുകൂടി കുത്തി ചാക്കാം. അതും കൂടി നമുക്ക് അത് ഇട്ട് കൊടുക്കാം. അടുത്ത് നമ്മൾ ഒരു 1.5 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ 1 കപ്പ് വെള്ളം വെച്ച് കൊടുക്കണ്ട നമ്മള്. ഇനി നമ്മൾ അടുപ്പത്ത് വെച്ചാണ്ട് 2 പിസിലടുപ്പിക്കാൻ പോവാം. അങ്ങനെ നമുക്കത് മൂടി വെക്കട്ടോ. മൂടി വെച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം. അങ്ങനെ നമ്മളെ പടുകൂട്ടാൻ 2 പിസിലയക്കണേ. അപ്പൊ നമുക്കിത് തുറന്നു നോക്കാം. പോയി നമുക്കൊന്ന് ഇളക്കി ഉസാറാക്കണം. അപ്പൊ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് നമ്മൾ ലാസ്റ്റാണ് ഇട്ടത്. നമ്മളെ പടുകൂട്ടാൻ നമുക്ക് നല്ലൊരു വറവ് ഇട്ട് കൊടുക്കട്ടെ. ഇനി ആദ്യം നമ്മൾ ലേശം വെളിച്ചെണ്ണയിൽ വറവിടുന്നത്. അപ്പോൾ ലേശം വെളിച്ചെണ്ണ വെച്ചു നന്നായിട്ട് ഉടച്ചു. കപ്പയും ചേമ്പ് വിത്തും കർമൂസയും ഒക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നാൽ നല്ല ടേസ്റ്റ് ചെയ്യാം. വെളിച്ചെണ്ണയൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം ചൂടായിരിക്കണം. അപ്പോൾ നമുക്ക് കടുക് ഇട്ട് കുറച്ച് നമുക്ക് അധികം കരിവേപ്പില ഇട്ട് കൊടുക്കണം. പിന്നെ ഇതാക്കണേ വറ്റൽമുളക് ഒരു 4-5 വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. എല്ലാം പാടെ നമ്മളെ പടുകൂട്ടാനൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കണം. പടുകൂട്ടാനൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ വെന്ത് നല്ല സെറ്റ് ആയിക്കണ്ടോ. അപ്പൊ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കോണ്ടി. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിന്റെ അഭിപ്രായങ്ങൾ പറയേണ്ടി. പിന്നെ ഞങ്ങളെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ, ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.